ഹായ്, ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന വിശ്വവിഖ്യാത അമേരിക്കൻ നോവലിസ്റ്റിന്റെ പ്രസിദ്ധമായ ചെറുകഥ ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്. ബികോം BBA ഓണേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള AEC 1 ഈ പാഠം, അതിന്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വെൽ, ഹിയർ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഡിസ്കസ് ദ സിംബലിസം ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി. കഥയിൽ വിവരിച്ചിരിക്കുന്ന ലാൻഡ്സ്കേപ്പ്, അതായത് ഭൂപ്രകൃതിയുടെ പ്രതീകാത്മകത, സിംബലിസം ഒന്ന് ചർച്ച ചെയ്യാമോ എന്നാണ് ചോദ്യം. നോക്കൂ, ഇൻ ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ് ദ ലാൻഡ്സ്കേപ്പ് റിഫ്ലെക്ട്സ് ദ ക്യാരക്ടേഴ്സ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ആൻഡ് ചോയ്സസ്. വെള്ളാനകളെ പോലെയുള്ള കുന്നുകൾ, ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ് എന്ന കഥയിൽ ആ ലാൻഡ്സ്കേപ്പ്, അതായത് ഭൂപ്രകൃതി, കഥാപാത്രങ്ങളുടെ വൈകാരിക അവസ്ഥകളെയും ഇഷ്ടാനിഷ്ടങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. The dry, barren land on one side of the station symbolizes emptiness and the man's preference for an abortion. റെയിൽവേ സ്റ്റേഷന്റെ ഒരു വശത്തുള്ള വരണ്ടതും തരിശായി കിടക്കുന്നതുമായ ഭൂമി ഒരുമാതിരി ശൂന്യതയെയും ഗർഭഛിദ്രത്തിനുള്ള ആ പുരുഷ കഥാപാത്രത്തിന്റെ താല്പര്യങ്ങളെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. The fertile green valley on the other side suggests life and potential. മറുവശത്തുള്ള ഫലഭൂയിഷ്ഠമായ നല്ല പച്ച താഴ്വര ജീവിതത്തെയും അതിൻ്റെ സാധ്യതകളെയുമാണ് സൂചിപ്പിക്കുന്നത്. It represents the woman's possible desire to keep the baby. തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ജീവനോടെ നിലനിർത്താനുള്ള നമ്മുടെ ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ ഒരുപക്ഷെ നിറവേറ്റാൻ പറ്റുന്ന ആ ആഗ്രഹത്തെ ഇത് സൂചിപ്പിക്കുന്നു. ദ കോൺട്രാസ്റ്റിംഗ് ലാൻഡ്സ്കേപ്സ് സിംബലൈസ് ദ ക്രിട്ടിക്കൽ മൂമെന്റ് ഇൻ ദ കപ്പിൾസ് റിലേഷൻഷിപ്പ്. വൈരുദ്ധ്യമാർന്ന ഈ പ്രകൃതി ദൃശ്യങ്ങൾ നമ്മുടെ ഈ കഥാപാത്ര ദമ്പതികളുടെ ജീവിതത്തിലെ ബന്ധത്തിലെ നിർണായക നിമിഷത്തെ വളരെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. They also point to the life-altering decision they face. ഒരുപക്ഷെ അവർ അഭിമുഖീകരിക്കുന്ന അവരുടെ ജീവിതത്തെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാവുന്ന തീരുമാനത്തിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നതായി നമുക്ക് കാണാം. ഇതാണ് ഉത്തരം. Now, paragraph question number 2. Imagine you are waiting for the train and overhear the conversation between the man and the girl. What would you understand about the power dynamics in their relationship? നിങ്ങൾ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ആ കഥയിലെ കഥാപാത്രങ്ങളായ ആ പുരുഷനും പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണം ഒന്ന് കേട്ടു നോക്കുക. അവരുടെ ബന്ധത്തിലെ അധികാരത്തിന്റെ ശക്തിയുടെ ബലാബലം, പവർ ഡൈനമിക്സിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് ഒന്ന് ചെറുതായി വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Well, here's the answer. From the conversation, it is clear that the man holds more influence in the relationship. അവരുടെ ഇടയിലുള്ള ബന്ധത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ആ ആൺ കഥാപാത്രം ആണെന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. He subtly compels the girl toward his preferred choice. അയാൾ ആ പെൺകുട്ടിയെ തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് അതിസൂക്ഷ്മമായി നിർബന്ധിച്ച് നയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. He uses persuasive language and reassurances such as, quote, "It's perfectly simple," to downplay the complexity of their situation. അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സങ്കീർണതയുടെ ഗൗരവം അല്പമൊന്ന് ലഘൂകരിച്ച് കാണാൻ, ഇത് വളരെ ലളിതമാണ്, ഇത് വളരെ എളുപ്പമാണ് എന്നതുപോലുള്ള അവരെ അനുനയിപ്പിക്കുന്ന ഭാഷയും ഉറപ്പും അദ്ദേഹം പ്രയോഗിച്ചു നോക്കുന്നുണ്ട്. The girl's hesitant responses and attempts to please him indicate her internal conflict and dependency on his opinion. പെൺകുട്ടിയുടെ മടിച്ചുള്ള പ്രതികരണങ്ങളും അയാളെ സന്തോഷിപ്പിക്കാനുള്ള അവളുടെ ശ്രമങ്ങളും അവളുടെ ആന്തരിക സംഘർഷത്തെയും അവൻ്റെ അഭിപ്രായത്തിന് കൂടുതൽ വില കൽപ്പിക്കാനുള്ള അവളുടെ ശ്രമത്തെയും ആണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് an imbalance where the man's desires overshadow her feelings. അവളുടെ വികാരങ്ങളെ മറികടക്കുന്ന നമ്മുടെ ആ പുരുഷ കഥാപാത്രത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരുതരം ഇംബാലൻസ്, അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഉത്തരം. Now, paragraph question number 3. Analyze the significance of the woman's comment, "Hills like white elephants."
വെളുത്ത ആനകളെപ്പോലെയുള്ള കുന്നുകൾ എന്ന സ്ത്രീ കഥാപാത്രത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ പ്രാധാന്യം ഒന്ന് വിശകലനം ചെയ്യാമോ എന്നാണ് ചോദ്യം. ടേക്ക് എ ലുക്ക് അറ്റ് ദി ആൻസർ. The woman comments that the hills look like white elephants. ആ കുന്നുകൾ വെളുത്ത ആനകളെപ്പോലെ കാണപ്പെടുന്നു എന്ന് നമ്മുടെ സ്ത്രീ കഥാപാത്രം അഭിപ്രായപ്പെടുന്നു. ഇറ്റ് hints at her complex feelings toward her pregnancy. അവളുടെ ഗർഭധാരണത്തോടുള്ള അവളുടെ സങ്കീർണമായ വികാരങ്ങളെ, ചിന്തകളെ ഇത് സൂചിപ്പിക്കുന്നു. വൈറ്റ് എലഫൻസ് സിംബലൈസ് ബർഡൻസം അൺവാണ്ടഡ് ഗിഫ്റ്റ്സ് ഓർ പൊസഷൻസ്. വെള്ളാനകൾ എന്ന് പറയുന്നത് നമുക്ക് ഭാരമുള്ളതും ഒരുപക്ഷെ ആവശ്യമില്ലാത്തതുമായ സമ്മാനങ്ങളെയോ വസ്തുവകകളെയോ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. It suggests that the woman sees the pregnancy as both significant and potentially problematic. എന്നാൽ നമ്മുടെ സ്ത്രീ കഥാപാത്രം അവളുടെ ഗർഭധാരണത്തെ വളരെ പ്രാധാന്യമുള്ളതും പ്രശ്നസങ്കീർണമായതുമായ ഒന്നായി കാണുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. Her comment subtly conveys her reluctance to make a straightforward decision. നേരായ ഒരു തീരുമാനമെടുക്കാനുള്ള അവളുടെ വിമുഖതയാണ് അവളുടെ ആ അഭിപ്രായം വളരെ കൗശലത്തോടുകൂടി നമ്മോട് സൂചിപ്പിക്കുന്നത്. It points to the underlying tension and unspoken issues between her and her partner. ആ കഥാപാത്രവും അവളുടെ ജീവിത പങ്കാളിയും തമ്മിലുള്ള അവരുടെ ഉള്ളിലുള്ള മാനസിക പിരിമുറുക്കത്തിലേക്കും പുറത്തു പറയാത്ത പ്രശ്നങ്ങളിലേക്കുമാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇതാണ് ഉത്തരം. Now take a look at question number 4. How does Hemingway's iceberg theory apply to the narrative style of Hills Like White Elephants? ഹെമിംഗ്വേയുടെ മഞ്ഞുമല സിദ്ധാന്തം, അതായത് ഐസ്ബർഗ് തിയറി, വെളുത്ത ആനകളെപ്പോലെയുള്ള കുന്നുകൾ, ദറ്റ് ഈസ് ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ് എന്ന കഥയുടെ ആഖ്യാന ശൈലിക്ക് എങ്ങനെ ബാധകമാണ്? ഇതൊന്ന് വിശദമാക്കാമോ എന്നാണ് ചോദ്യം. ടേക്ക് എ ലുക്ക് അറ്റ് ദി ആൻസർ. Hemingway's iceberg theory emphasizes minimal surface details with deeper meanings beneath. പുറമെ, അതായത് ഉപരിതലത്തിൽ ഏറ്റവും ചെറിയ തോതിലുള്ള കുഞ്ഞു കുഞ്ഞു വിശദാംശങ്ങളുടെ സൂചന, അതിൻ്റെ അടിയിലോ വളരെ ആഴത്തിലുള്ള വളരെ അഗാധമായ ആന്തരിക അർത്ഥം. ഇതാണ് ഹെമിംഗ്വേയുടെ മഞ്ഞുമല സിദ്ധാന്തം, ഐസ്ബർഗ് തിയറി. It is this theory that shapes the narrative of Hills Like White Elephants. ഈ സിദ്ധാന്തമാണ് ഈ കഥയുടെ ആഖ്യാനത്തിന് രൂപം നൽകുന്നത്. With very little dialogue and a lack of explicit explanations, he lets subtext reveal the couple's conflict. വളരെ കുറച്ച് സംഭാഷണങ്ങളും വ്യക്തമായ വിശദീകരണങ്ങളുടെ അഭാവവും കൊണ്ട് ദമ്പതികളുടെ ഇടയിലുള്ള വൈരുദ്ധ്യം വെളിപ്പെടുത്താൻ അദ്ദേഹം സബ് ടെക്സ്റ്റ്, അതായത് വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആന്തരിക അർത്ഥം ഉപയോഗിക്കുന്നു. ദ സ്റ്റോറി ഇൻവൈറ്റ്സ് റീഡേഴ്സ് ടു ഇൻഫർ ഇമോഷൻസ്, മോട്ടിവേഷൻസ് ആൻഡ് ദ നേച്ചർ ഓഫ് ദെയർ ഡൈലമ. കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ, പ്രചോദനങ്ങൾ, അവരുടെ ധർമ്മസങ്കടത്തിൻ്റെ സ്വഭാവം എന്നിവ സ്വയം അനുമാനിച്ചെടുക്കാൻ നമ്മുടെ ഈ കഥ വായനക്കാരെ ക്ഷണിക്കുന്നു. ഇറ്റ് ഷോസ് ഹെമിംഗ്വേസ് അപ്രോച്ച് ഓഫ് റിവീലിംഗ് ഡീപ്പർ ട്രൂത്ത്സ് വിതൗട്ട് ടെല്ലിംഗ് എവറിത്തിങ് ഓപ്പൺലി. എല്ലാം തുറന്നു പറയാതെ ആഴമേറിയ സത്യങ്ങൾ, അർത്ഥങ്ങൾ വെളിപ്പെടുത്തുന്ന ഹെമിംഗ്വേയുടെ കഥാകഥന രീതിയാണ്, സമീപനമാണ് ഇത് കാണിക്കുന്നത്. ഇതാണ് ഉത്തരം. Now friends, take a look at the last paragraph question. Listeners can understand that time has passed since the couple arrived at the railway station. Examine how the dialogue captures the passage of time in the story. നമ്മുടെ കഥാപാത്ര ദമ്പതികൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് സമയം വളരെ അതിക്രമിച്ചെന്ന് വായനക്കാർക്ക് മനസ്സിലാകും. കഥയിൽ ഉപയോഗിക്കുന്ന സംഭാഷണം, അതായത് ഡയലോഗ്, നമ്മുടെ ഈ കഥയിലെ കാലത്തിൻ്റെ, സമയത്തിൻ്റെ പ്രയാണം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് ഒന്ന് പരിശോധിക്കാമോ എന്നാണ് ചോദ്യം. Take a look at the answer. The dialogue subtly marks the passage of time at the station. റെയിൽവേ സ്റ്റേഷനിലെ സമയത്തിൻ്റെ പ്രയാണം
നമ്മുടെ ഈ കഥയിലെ സംഭാഷണങ്ങളിലൂടെ അതിസൂക്ഷ്മമായി വളരെ വിദഗ്ധമായി കഥാകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. ആസ് ദ കപ്പിൾ കണ്ടിന്യൂ ദെയർ കോൺവെർസേഷൻ ദെയർ ടോൺ ഷിഫ്റ്റ്സ്. നമ്മുടെ കഥാപാത്ര ദമ്പതികൾ അവരുടെ സംഭാഷണം തുടരുമ്പോൾ അവരുടെ ടോൺ മെല്ലെ മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് റിവീൽസ് ദെയർ ഗ്രോയിങ് ഫ്രസ്ട്രേഷൻ ആൻഡ് ഇംപേഷ്യൻസ്. അത് അവരുടെ വർദ്ധിച്ചു വരുന്ന നിരാശയും അക്ഷമയും വെളിപ്പെടുത്തുന്നു. ദ റെപ്പറ്റീഷൻ ആൻഡ് പോസസ് സജസ്റ്റ് moments of contemplation as they wait for the train and struggle to resolve their issue. കഥാപാത്രങ്ങൾ ട്രെയിനിനായി കാത്തിരിക്കുകയും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പാടുപെടുകയും ചെയ്യുന്നതിനിടയിൽ നടക്കുന്ന അവരുടെ സംഭാഷണങ്ങളിലെ ആവർത്തനങ്ങളും കുഞ്ഞു കുഞ്ഞു നിർത്തലുകളും അവരുടെ ചിന്തയുടെ ധ്യാനത്തിൻ്റെ നിമിഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഹെമിംഗ്വേ captures time's passage through the natural flow of conversation and the couple's increasingly strained responses. സംഭാഷണത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിലൂടെയും ദമ്പതികളുടെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കമുള്ള പ്രതികരണങ്ങളിലൂടെയും സമയം കടന്നു പോകുന്നത് ഹെമിംഗ്വേ അതീവ സൂക്ഷ്മമായി പകർത്തുന്നു. ഇറ്റ് കൺവേസ് ദെയർ ഇമോഷണൽ ജേർണി. അത് അവരുടെ വൈകാരിക തലത്തിലുള്ള യാത്രയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് ഉത്തരം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. അൻറ്റിൽ ദെൻ, ബൈ ബൈ.